വേദന ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. സദാനന്ദൻ്റെ സമയം എന്നുള്ള പടം. അപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ അക്കു തന്നെ എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് അതിൽ ചെറിയൊരു വേഷമുണ്ട്, ചേച്ചി ചെയ്യണം. സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് കൊടുത്തു, സംസാരിച്ചു. അപ്പോൾ ഒരു വയറ്റാ തിയേറ്ററാണ്. അപ്പോൾ ഇവർ ഡിംപിൾ റോസ് ഇന്നിപ്പോൾ അവൾ വലിയ കുട്ടിയായി, അന്ന് ചെറിയ കുട്ടിയാണ്. കാവ്യയുടെ ചെറുപ്പം അഭിനയിക്കുന്നത് അവളായിരുന്നു. അപ്പോൾ ദിലീപിനെ പ്രസവിക്കുമ്പോൾ അവരമ്മ മരിക്കുകയാണ്. അതിന് വയറ്റാട്ടിയാണ് ഞാൻ. അത് ചെയ്തു. അപ്പോൾ ചെയ്തു. അവർ അക്ബറും ഉണ്ട്, അക്കുണ്ട്, ജോസേട്ടനും ഉണ്ട്. ചെയ്തു, ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. അക്കു എന്നോട് പറഞ്ഞു, ചേച്ചി ഇതിനകത്ത് കുറച്ച് ഡയലോഗും കൂടി എഴുതി ചേർക്കാനുണ്ട്, ഇനി പിന്നെ വിളിക്കുക, അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. പാടത്ത് നിങ്ങളുടെ റോട്ടിൽ വന്നപ്പോൾ 1000 രൂപ എന്നോട് പറഞ്ഞു. ഒരാൾ അതിൻ്റെ കാഷ്യർ തന്നിട്ട് പറഞ്ഞു, ഇത് അഡ്വാൻസാണ് കേട്ടോ. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വായിക്കാൻ എനിക്കറിയാം, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അഡ്വാൻസാണ്, 1000 രൂപ വായിക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അന്ന് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ശ്രുതി നായരുണ്ട്, ഒരു ആർട്ടിസ്റ്റ്. ശ്രുതി നായർ ഞങ്ങളും കൂടി വേറെ ഏതോ സീരിയൽ ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രുതി നായരുടെ അച്ഛൻ പറഞ്ഞു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഇന്ന സീൻ മീനാ ഗണേഷാണല്ലോ അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ, ഞാൻ പോയി അഭിനയിച്ച് പോകുന്നതല്ലേ. അല്ല, അവരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും, ഞാൻ പോയിട്ട് അഭിനയിച്ചു, പകുതി അഭിനയിച്ചു, ഇനി കുറച്ച് സംഭവം കൂടി ഉള്ളൂ അഭിനയിക്കാൻ എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ സൗദാമിനി എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അന്നൊന്നും ഈ വിവരങ്ങൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 1 മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഡിംപിൾ റോസിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവുമോ? ഞാൻ പറഞ്ഞു, കാര്യം പറ നീ. അല്ല, വിഷമിക്കൊന്നും ചെയ്യരുത്, നീ കാര്യം പറയടോ, വിഷമാവുമല്ലോ എന്ന് പിന്നെയല്ലേ തീരുമാനിക്കുക. അപ്പോൾ പറഞ്ഞു, ചേച്ചി. അപ്പം ഇതിൻ്റെ മുമ്പ് ഞാൻ ഹാരീഷ് എന്ന് പറഞ്ഞ കമൽ സാറിൻ്റെ പിന്നെ ഈ കമൽ സാറിൻ്റെ അസോസിയേറ്റ്, അവന് ഇതിലുണ്ട്. അവന് ഞാൻ വിളിച്ചു, ഹാരീഷേ എന്നാണ് ഇനി എന്ന് ചോദിച്ചു. അപ്പോൾ അവനൊന്നും പറഞ്ഞു. ഞാൻ ഇനി ആ സീൻ ഉണ്ടാവില്ലല്ലേ, അതില്ലെങ്കിലും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വരുന്ന സീനേ ഉള്ളൂ, ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചിരിച്ചു. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാടാ ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഇവരുടെ അമ്മ വിളിക്കുന്നത്, ഡിംപിൾ റോസിൻ്റെ അമ്മ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അത് മീന ചേച്ചി വന്ന് ഷൂട്ട് ചെയ്തു, ചേച്ചി എടുത്ത ഭാഗം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അതറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നീ എന്തുകൊണ്ട് ഇത് വിളിച്ച് പറഞ്ഞില്ല? അന്ന് നീ പറയാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് വിഷമമുണ്ട്, അന്ന് ഇത് പറയേണ്ടിയിരുന്നു, നീ അറിഞ്ഞിട്ട്. ഞാൻ പിന്നെ ചേച്ചിക്ക് വിഷമം ഉണ്ടാച്ചിട്ടാ. ഞാൻ ഇന്നാണ് എനിക്ക് വിഷമമായതെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞാൻ ഇവരാരെയും കണ്ടിട്ടില്ല, അതേ ലോഡ്ജിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ആരെയും വിളിക്കാൻ പറയുകയൊന്നും ചെയ്തില്ല. അതെനിക്ക് മനസ്സിലങ്ങ് ഭയങ്കര വിഷമമായിട്ടോ. കാരണം ഞാനൊരു വേഷം ചെയ്തിട്ട് അത് മീന ചേച്ചി വന്ന് ചെയ്യാമെന്ന് പറയുമ്പം ഞാൻ അഭിനയിച്ചത് ശരിയാവാഞ്ഞിട്ടാണെന്നാണ് പുറത്ത് ജനങ്ങൾ വിചാരിക്കുക. എല്ലാവരും അറിയാം, കുളപ്പുള്ളിയിലെ വന്നു, അത് ശരിയാവാഞ്ഞിട്ടേ മീനാ ഗണേഷിനെ വിളിച്ച് ചെയ്തെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ 8 സുന്ദരികളും ഞാനും സീരിയൽ ചെയ്യുന്ന സമയത്ത് ഗണേശേട്ടനുണ്ട്, മീന ചേച്ചിയുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചപ്പോൾ പടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മീന ചേച്ചി പറഞ്ഞു, ഞാനത് പോയിട്ട് ഒരു ഷോട്ട് എടുത്തതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് താൻ പോയി ചെയ്തതാണെന്നുള്ളത്. ആ വീട്ടുകാർ പറഞ്ഞു, ഇത് കൊളപ്പുള്ളി ലീല എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്തല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ചെയ്താലും എനിക്ക് വിരോധമൊന്നുമില്ല, വൈരാഗ്യമില്ല. കാരണം ചേച്ചീനെ അവർ വിളിച്ചതല്ലേ, അല്ലാണ്ട് ചേച്ചി ചെന്ന് ചെയ്തതല്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ചെയ്തതാണെന്ന് അറിഞ്ഞിട്ട് ചേച്ചി ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് അങ്ങനെ ചെയ്തിട്ട് എന്നെ വന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല, അറിഞ്ഞാൽ പിന്നെ. എനിക്കൊട്ട് വിരോധമില്ല, കാരണം ചേച്ചി ചോദിച്ചു തന്നതല്ലല്ലോ, ചേച്ചീനെ അവർ വിളിച്ച് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞ ആളെയൊന്നും ഞാൻ പറയില്ല, എനിക്ക് രാശിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇൻട്രൊഡക്ഷൻ സീനാണ്, ചേച്ചി എന്നെ ചെയ്യണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ചേച്ചി എന്നെ ആളെയും പറഞ്ഞു തന്നു. അതേതായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആളോട് ഞാൻ നേരിട്ട്, ആളെ ഞാൻ പറയില്ല, ആളോട് ഞാൻ നേരിട്ട് ഫോണിൽ കൂടി വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ പറഞ്ഞാലും എനിക്ക് വിരോധമില്ല, അതെൻ്റെ ജീവിതത്തിൽ മരിച്ചാലും മറക്കാത്തൊരു സംഭവമാണ്. അത് സാർ എന്നോട് പറഞ്ഞു, ചേച്ചി തന്നെ ഡബ് ചെയ്യുമെന്ന് പറയണം കേട്ടോ, വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു കമൽ സാറ്. പക്ഷേ എനിക്കത് അവരോട് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. പടം കഴിഞ്ഞ് അവരിങ്ങോട്ട് പറയും ചേച്ചി തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ പടം ചെയ്തത് മദ്രാസിൽ നിന്നാണ്, മോഹൻലാലിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ. അപ്പോൾ രാജ്യം കുന്നംകുളം കമൽ സാറൊക്കെ പറഞ്ഞു, ഭാഗ്യലക്ഷ്മിയാണ് നന്ദിനിക്ക് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ, ചേച്ചി കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഡയലോഗ് നമുക്ക് പറയാനറിയാമല്ലോ, സ്റ്റേജിൽ പറഞ്ഞുകൊണ്ട്. പിന്നെ ലിപ്പിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഡബ് ചെയ്തു.